ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജു കുട്ടൂസ് വ്ലോഗ്. അപ്പോ ബിഗ് ബോസ് സീസൺ 7 ഒരു സിനിമാറ്റിക് ട്രെയിലർ ഔട്ട് ആയിട്ടുണ്ട്. ലാലേട്ടൻ അതിൽ വൻ പൊളിയാണ്. പൊളി എന്ന് വെച്ചാൽ പൊളിച്ച് അടുക്കി കളഞ്ഞു. ഇത് 8ന്റെ പണിയല്ല, 7ന്റെ പണിയാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വരുന്ന മത്സരാർത്ഥികൾക്ക് എന്തെന്തോ സ്പെഷ്യൽ സംഭവം ഇருக்கு. പോവാം നമുക്ക് ട്രെയിലറിലേക്ക്. അതാ മോനെ, മഴയും ആ ആംബിയൻസും അങ്ങ് പൊളിച്ചു. ലാലേട്ട രക്ഷിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത്. ഇനി ഞാനത് സമ്മതിക്കില്ല. പതപ്പിക്കല്ലേ, ഞാൻ പതപ്പിക്കും. തേച്ചു കുളിച്ച് കളിമാറ്റി കളത്തിലിറങ്ങാം. അതെ, ഇനി 8ന്റെ പണിയല്ല, 7ന്റെ പണി. കണ്ടറിയാം എന്താ സംഭവം. അയ്യോ, എല്ലാരും കൂടെ കുടുംബാവെ ഒറ്റപ്പെടുത്തുന്നു. എന്തിനാമോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ടയും കയറും. അതെ അതെ, ഇനി കരച്ചിൽ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. വിട്ടേക്കലാലേട്ടാ, മോള് നല്ലൊരു സോളാ. നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പത്തിടും. കാണ പിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഒരുപാട് നന്മ അടിച്ചൊന്നും ഇവിടെ ആർക്കും നിക്കാൻ പറ്റത്തില്ല. ഇത് കളി ബിഗ് ബോസിനോടോ? ഇറങ്ങി വേണം തുറപ്പാ. പൊടിച്ചിരുന്ന് വാഴയായിട്ട് ഷേപ്പ് കളിക്കുക, കോമ്പിയാൻ തോരം വയ്ക്കും. എന്തെന്നല്ലേ ഇത്? ടാസ്ക് പ്രിപ്പറേഷൻ. ഇമാതിരി അങ്കനവാടി ടാസ്കുമായിട്ട് വന്നാ കൊമ്മറ്റിക്ക് കിട്ടും പണി. ഒളിച്ചിരുന്ന് കളിക്കുന്നവർക്കും മറഞ്ഞിരുന്ന് പൊരുതുന്നവർക്കും ഒക്കെ ഇതൊരു മുന്നറിയിപ്പ് തന്നെയാ അല്ലേ? ആ പഴയ ലാലേട്ടനെ ഒന്നുകൂടി കാണാൻ പറ്റി നമുക്ക്. ഞാൻ ഈ ഷേപ്പ് കളി എന്ന് പറഞ്ഞത് എല്ലാരെയും ഉദ്ദേശിച്ചാണ്. ലാലേട്ടന്റെ ആ നോട്ടം നോക്കിക്കേ, എന്തൊരു ഗാംഭീര്യ രൂപമാണെന്ന്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്. തരും ഞാൻ 7ന്റെ പണി. അപ്പോ വരുന്ന മത്സരാർത്ഥികളെല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ട് കളിക്കണമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അല്ലാതെ വെറുതെ കരഞ്ഞു കൂവി കാറി എന്തിനാ നന്മമരം കളിച്ച് വെറുതെ പാഴാക്കുന്നത്? അതേ മക്കളെ, നിങ്ങൾക്കുള്ള പണി കാത്തിരിക്കുന്നുണ്ട്. വരുന്ന മത്സരാർത്ഥികൾക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ ആർജവത്തോടെ കളിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇത് സൈനിങ് ഓഫ് അഞ്ജു.